ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസം എൻഡ് ആകുന്നു അല്ലേ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രൈസ് നല്ല ബുള്ളിഷ്. അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലേക്കാളും നല്ല എക്സ്ട്രാ ബുള്ളിഷിൽ തന്നെയാണ് പ്രൈസ് പോയേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ്. നമുക്ക് ബിയർഷിലേക്ക് സാധ്യതകൾ തരുന്നുണ്ടെന്നും പറഞ്ഞ് പ്രൈസ് ഒരിക്കലും ബിയർഷ് ആയാലും ഒരു $10 ഇറങ്ങിയാൽ പോലും പല ആൾക്കാരും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ബിയർഷായ ബിയർഷ് $10 $100 ഇറങ്ങിയാൽ പോലും പ്രൈസ് ബിയർഷ് ആകാനുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നില്ല. അപ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഡിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ ബൈ ചെയ്യാവുന്നതാണ്. പ്രൈസ് എക്സ്ട്രാ ബുള്ളിഷിൽ തന്നെയാണ്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്ക് വീക്കിലേക്ക് വരാം. ഈ ഒരു മാസം വീക്കിൽ എന്താ നടന്നത്? 4 ആഴ്ച നല്ല ബുള്ളിഷിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തേക്കണം അല്ലേ. അതിനകത്തൊരു ബിയറിഷ് ക്യാൻഡിൽ പോലും ഇല്ല. ഈ മാസം മാർച്ച് നല്ല ബുള്ളിഷിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ എന്താണ് സംഭവിച്ചേക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ ഒരു 3 ദിവസം പ്രൈസ് റേഞ്ചിൽ നിന്ന് നമുക്ക് ബൈയിലേക്കും സെല്ലിലേക്കും നല്ല ഓപ്പർച്യൂണിറ്റി തന്നു. പക്ഷേ ബൈയിലേക്ക് സെല്ലിലേക്കും ഓപ്പർച്യൂണിറ്റി തന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ബൈ സൈഡ് സെല്ല് പ്രീവിയസ് ലോ തന്നെ വെക്കുക, ബൈയും പ്രീവിയസ് ഹൈ തന്നെ ടാർഗറ്റ്. പക്ഷെ ബൈയിൽ നിന്ന് പ്രൈസ് ബുള്ളിഷിലേക്ക് പോകും. അതായത് കഴിഞ്ഞ ഫ്രൈഡേ അല്ല, അതിന്റെ മുമ്പത്തെ ഫ്രൈഡേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 അവറിന്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ 4 അവറിന്റെ OB-യിലാണ് പ്രൈസ് വന്ന് മിറ്റിഗേഷൻ നടത്തിയത്. പക്ഷെ ഫ്രൈഡേ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ഒരു സമയത്താണ് പ്രൈസ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെന്റ്സിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ഇനി പ്രൈസ് തിരിച്ച് ഇറങ്ങി വരുമോ എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മൺഡേ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു മൂവ്മെന്റ്സ് കാണാൻ പറ്റും. പക്ഷെ ഇത് ലോ എടുക്കുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ലോ എടുത്തില്ല. നല്ല പവർഫുൾ ആയിരുന്നു, നല്ല സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ഈ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ അതുകൊണ്ട് എനിക്കൊരു ഈ ഒരു എൻട്രി എടുത്ത് നമ്മളൊരു ലോങ് ടൈം ചെറിയ ഹോൾഡ് ചെയ്ത് വെച്ചല്ലാതെ പിന്നെ എനിക്കൊരു ശരിക്കും ഒരു കണ്ടിന്യൂഷൻ ട്രേഡ് കിട്ടിയില്ല. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് സെല്ല് നമ്മൾ നോക്കിയായിരുന്നു, അതേശം നമുക്ക് ബൈ നോക്കിയായിരുന്നു, സെല്ല് നോക്കിയായിരുന്നു, ഇതെല്ലാം നമുക്ക് കിട്ടിയായിരുന്നു അല്ലേ. 4 അവറിന്റെ ലിക്വിഡിറ്റി എടുത്ത സമയത്ത് ഞാനൊരു സെല്ല് നോക്കിയായിരുന്നു, അവിടെയും നമുക്ക് സെക്ഷന്റെ സെല്ലൊക്കെ കിട്ടി. പക്ഷെ പ്രൈസ് കയറിപ്പോയി. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്രേക്ക് ഡൗൺ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 4 അവറിന്റെ OB-യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മേജർ ഹൈയിലേക്കാണ് പ്രൈസ് മൂവ് ചെയ്യേണ്ടത്. ഇതെന്തായാലും പ്രൈസ് ബ്രേക്ക് ചെയ്ത് നേരത്തെ പ്രൈസ് വന്ന് പലവട്ടം പ്രൈസ് ഇങ്ങനെ വന്ന് ബ്രേക്ക് ചെയ്ത് 57 ഒരു 3060 പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് പ്രൈസ് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഇനി പ്രൈസ് ബുള്ളിഷ് തന്നെ ആയിരിക്കും. 3060 കഴിഞ്ഞാൽ 3080 ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്നൊക്കെ ഒരു ബൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 50 മിനിറ്റിൽ നിന്നൊക്കെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ മിക്ക ദിവസം എൻട്രി ഇട്ടതാണ്. നല്ല ബൈ ആണ്, ഹോൾഡ് ചെയ്യാനൊക്കെ പറഞ്ഞ് ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആൾക്കാർ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ട്. ഇനിയും പ്രൈസ് മൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 80 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 100 130 ഇവിടം വരെ, അതായത് 3130 വരെ പ്രൈസും മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ 80 ബ്രേക്ക് ചെയ്ത് പ്രൈസ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ SMC അല്ല പറയുന്ന, ഒരു ബ്രേക്ക് ഡൗൺ ആണ് പറയുന്നത്. അതുകൊണ്ട് ആരും തെറ്റിയിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിന് ഇവിടെ നമുക്ക് SMC പറയാനായിട്ട് മേളിലൊരു ബിയറിഷ് POയോ അല്ലെങ്കിൽ ബിയറിഷ് സ്ട്രക്ചറോ മേളിൽ ആദ്യമായിട്ട് ഈ ഒരു ഓൾ ടൈം ഹൈ തന്നെ പ്രൈസ് ആദ്യമായിട്ട് ഹിറ്റ് ചെയ്തതാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷിലേക്ക് വന്നു. നമുക്ക് ഈ ഒരു പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ് 80ക്ക് മേല് 1 അവറിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഒരുപാട് പേര് ബൈ ഇടുന്നത് കൊണ്ട് തന്നെ ആ ആൾക്കാരുടെ ലിക്വിഡിറ്റി എന്തായാലും ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കും. ആ ഒരു മൂവ്മെന്റ്സ് ആണ് ഈ കാണുന്നത്. നല്ല ബുള്ളിഷ് ആണെങ്കിൽ ചെറിയൊരു പുൾ ബാക്ക് ഉണ്ടാവുള്ളൂ 50 മിനിറ്റിന്റെ ഒക്കെ. പക്ഷെ 1 അവറിന്റെ ഐഡിയം വരെ എടുത്ത് നോക്കി. 1 അവറിന്റെ ഐഡിയം നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു പൊസിഷന് എൻട്രി എടുത്തു, നമ്മുടെ ടാർഗറ്റ് കണ്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, വീണ്ടും അതേ പൊസിഷനിലേക്ക് പ്രൈസ് വന്നു. നമുക്ക് വീണ്ടും 50 മിനിറ്റിൽ എൻട്രി ചെയ്യണം. പക്ഷെ നമ്മൾ പിന്നെ ഈ ഒരു എൻട്രി ആ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഈ മൂവ്മെന്റ്സ് നടന്നത് കണ്ടോ. പിന്നെയും പ്രൈസ് ഇവിടെയാണ് 1 അവറിൽ 80ക്ക് മേലെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത്. അതിനുശേഷം പ്രൈസ് 80ക്ക് മേലെ ഓപ്പൺ ചെയ്തത് ഈ ഒരു പൊസിഷനിൽ നിന്ന് നല്ലൊരു പൊസിഷൻ ആയിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ മൂവ്മെന്റ്സ് ഇല്ല. ചില സമയത്തൊക്കെ പണ്ടൊക്കെ മാർക്കറ്റ് ക്ലോസ് ചെയ്താലും ആ ഒരു ടൈമിംഗിൽ പ്രൈസ് മൂവ് ചെയ്യും. പക്ഷെ ഇവിടെ നിന്ന് പ്രൈസ് മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ല മൂവ് ചെയ്യേണ്ടത്, റീറ്റെയിൽ ബയേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ വരുന്നത്. അപ്പൊ റീറ്റെയിലുകാർ ഇവിടെ നല്ല രീതിയിൽ ബൾക്ക് പർച്ചേസിംഗ് നടത്തിയാൽ മാത്രമേ പ്രൈസ് മൂവ് ചെയ്യുള്ളൂ. മാർക്കറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. ഇപ്പൊ കഴിഞ്ഞ ഫ്രൈഡേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ വന്ന സമയത്ത് അത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഓർഡർ ആയിരുന്നു അവിടെ വന്നത്. അവിടെ നിന്ന് മൂവ് ചെയ്യിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അതിന്റെ കണ്ടീഷൻ ആയിരിക്കും റീറ്റെയിലും മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം വരുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിലുകാർ തന്നെ വന്നെ, അല്ലാതെ പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഫ്രൈഡേ കഴിഞ്ഞ് മൺഡേ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രൈസ് വീണ്ടും ബുള്ളിഷിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഒരു പുൾ ബാക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യണലോ അല്ലെങ്കിൽ 50 മിനിറ്റിന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കാം, ഹൈ ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. അതേപോലെ തന്നെ
നമുക്ക് 100 ഇതുവരെ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യിക്കാവുന്നതാണ്. നല്ല ബുള്ളിഷിൽ തന്നെയാണ്, നല്ല ബൈ എൻട്രീസുകളാണ്. നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. ഏറ്റവും ഇഷ്ടം പോലെ എൻട്രികൾ ഞാൻ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ഡെയിലി ഇടുന്നുണ്ട്. അത് തന്നെ എടുത്താൽ മതി, നല്ല രീതിയിൽ പ്രോഫിറ്റ്. ഒരുപാട് പേര് എനിക്കത് പ്രോഫിറ്റ് അടിച്ചു തരുന്നുണ്ട്, വളരെ സന്തോഷം. ഒരുപാട് പേർക്ക് ബിഗിനേഴ്സ് അടക്കം പ്രോഫിറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അത് നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. ഞാൻ ഇടുന്ന ട്രേഡ്സുകളല്ല, എല്ലാ പേഴ്സിൻ്റെയും ഇടുന്നുണ്ട്, 4 പേഴ്സിൻ്റെയും ഇടുന്നുണ്ട്. ഇടുന്ന പേഴ്സിൻ്റെയൊക്കെ നിങ്ങൾ ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുക. അലർട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അലർട്ട് അടിക്കുന്ന സമയത്ത് ഫ്രീ ആണെങ്കിൽ ആ സമയത്ത് മാത്രം ട്രേഡ് ചെയ്താൽ മതി. ഇവിടെ നോക്കി 50 മിനിറ്റിൻ്റെ ഒബിയിൽ പ്രൈസ് വന്നിട്ട് മൂവ് ചെയ്യുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും ഇവിടെ നോക്കി 50 മിനിറ്റ് 1 അവറിൻ്റെ ഐ ഡിയിൽ നിന്ന് പ്രൈസ് പോകുന്നു. നമുക്ക് ഇവിടെ നിന്നൊക്കെ 50 മിനിറ്റ് എൻട്രിയും അതേപോലെ സെക്ഷൻ്റെ എൻട്രിയൊക്കെ ഒരുപാട് കിട്ടിയത്. സെക്ഷൻ്റെ എൻട്രി ഒരുപാട് സെല്ലൊക്കെ കഴിഞ്ഞ ആഴ്ച കൂടുതൽ കിട്ടിയായിരുന്നു. അതൊന്നും ഒരു ട്രാപ്പും ഇല്ലാതെയാണ് ആ സെല്ല് പോകുന്നത്. പല ആൾക്കാരും സെല്ല് എടുത്തിട്ട് ലോങ് ടൈം ഹോൾഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഒരിക്കലും പറയല്ല ലോങ് ടൈം ഹോൾഡ് ചെയ്യുക. നോക്കിയേ, ഏഷ്യൻ്റെ ഹൈ എടുത്തു, ലണ്ടൻ പ്രൈസ് മൂവ് ചെയ്തു. ആ 1 അവറിൻ്റെ ഐഡിയം വരെ ടാർഗറ്റ് ചെയ്താൽ മതി. ഈ ലോ വരെ ടാർഗറ്റ് ചെയ്യുന്ന പ്രൈസ് നല്ല ബുള്ളിഷാണ്. നമുക്ക് ഈ ലോ എടുക്കാന്ന് വെച്ചാൽ ബുള്ളിഷിലേക്ക് ഈ ലോ വരില്ല. പക്ഷെ എന്നാലും ഇത് നല്ലൊരു എൻട്രി ആണ്. ഏകദേശം 84 നിന്ന് പ്രൈസ് എവിടം വരെ വന്നു നോക്കിയേ, 67 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 150 പിപ്പോ അല്ലെങ്കിൽ ഒരു 100 പിപ്പൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മൂവ്മെന്റ്സ് അല്ലേ. അതേപോലെ ഇവിടെയും എടുത്തിട്ടുണ്ട് കണ്ട, നമ്മുടെ ന്യൂയോർക്കിന്റെ ഹൈ എടുത്തതിന് ശേഷം പ്രൈസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ലോ എടുത്തിട്ടില്ല. അതിന് മുമ്പ് ഈ ലോ എടുക്കാത്തതുകൊണ്ട് ഈ ലോ എടുത്തിട്ടില്ല. അപ്പം ഈ ഹൈ എടുത്തു കഴിയുമ്പോൾ 50 മിനിറ്റിൽ ഈ ലോ തന്നെ ടാർഗറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേറെ സെല്ലാണ് എടുക്കുന്നത്. ഇത് ലോങ് ടൈം ഹോൾഡ് ചെയ്യാനല്ല. സെല്ലെന്ന ചെറിയ ഷോർട്ട് ടൈം എൻട്രി ആയിട്ട് മാത്രം കാണുക. ബൈ ലോങ് ടൈം നോക്കുക. ബൈക്കിൽ കിട്ടുന്ന നല്ല സെറ്റപ്പുകളെല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യുക. നല്ല എൻട്രികൾ ഒരുപാട് കിട്ടുന്നുണ്ട് കണ്ടോ. ഇവിടെ 50 മിനിറ്റിൻ്റെ ഹോബിന്ന് കിട്ടിയ ഈ എൻട്രി, അതൊക്കെ എല്ലാം നല്ല എൻട്രികളാണ്. അപ്പോൾ ഈ എൻട്രികൾ എടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ 50 മിനിറ്റ് സ്ട്രക്ചർ, 1 അവറിൻ്റെ സ്ട്രക്ചർ, 4 അവറിൻ്റെ സ്ട്രക്ചർ, എല്ലാ ബുള്ളിഷിലേക്കും വരുന്ന എല്ലാ ട്രേഡുകളും എടുക്കുക. മൾട്ടിപ്പിൾ ടാർഗറ്റ് വെക്കുക, മൾട്ടിപ്പിൾ ട്രേഡ് ഇടുക. അതേപോലെ തന്നെ ബൈ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ട്രേഡും മിനിമം 25% മുതൽ 10% വരെ ലോങ് ടൈം ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. നമുക്കിപ്പോൾ ഗോൾഡ് എവിടെയും ബുള്ളിഷ് ആയിരുന്നു. അതേപോലെ തന്നെ ബ്രിട്ടീഷ് പൗണ്ട് നമുക്ക് നോക്കാം. നമുക്ക് ഈ മാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ലൊരു ബുള്ളിഷിൽ തന്നെയായിരുന്നു. ഓൾറെഡി ബ്രിട്ടീഷ് പൗണ്ട് നമ്മുടെ ഡേയുടെ പിഒയിൽ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല മൂവ്മെന്റ്സ് വരുന്നുണ്ട്. നല്ല എക്സ്ട്രീം മൂവ്മെന്റ്സ് ആണ് ബുള്ളിഷിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്കിവിടെ വീക്കിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രൈസ് ഒരു റേഞ്ചിൽ നിന്നത്. പക്ഷെ എന്നാലും ഒരു സെല്ലിലേക്കുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നില്ല. പ്രൈസ് വീണ്ടും ബുള്ളിഷിലേക്ക് തന്നെ ഇരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ്, ബൈയിലേക്ക് സെല്ലിലേക്ക് നിങ്ങൾക്ക് ട്രേഡ് നോക്കാം ബ്രിട്ടീഷ് പൗണ്ടിലൊന്ന്. അതേപോലെ തന്നെ ബൈയിലേക്ക് സെല്ലിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പലതും ഞാൻ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും ട്രേഡ് എടുത്ത് നല്ല പ്രോഫിറ്റ്, എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള ട്രേഡുകളാണ് ബ്രിട്ടീഷ് പൗണ്ടിൽ. നമുക്ക് ഡേയുടെ ഇന്റേണലാണെന്നുണ്ടെങ്കിലും പ്രൈസ് വീണ്ടും അവിടെ നിന്നൊക്കെ നല്ല ഫുൾ ബാക്ക് ഉണ്ടായിരുന്നു. നമുക്ക് 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാലാണെങ്കിൽ 4 അവറിലാണെങ്കിൽ പ്രൈസ് ഇപ്പോഴും ഈ ബ്രേക്ക് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലെ. 4 അവറിൽ ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ഫുൾ ബാക്ക് എടുക്കും. വീണ്ടും ഒരു മേലൊരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും പ്രൈസ് ഫുൾ ആക്കും. വീണ്ടും ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ഈ രീതിയിലാണ് പ്രൈസ് രണ്ട് സൈഡിലേക്ക് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് 1 അവറിലേക്ക് വരാം. 1 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 അവറിന്റെ ഈ പിഒയിലൊന്നും പ്രൈസ് വന്നില്ല. പക്ഷേ ഈ ലിക്വിഡിറ്റി എടുക്കുമ്പോഴൊക്കെ പ്രൈസ് നല്ല ഫുൾ ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റ് വന്നു കഴിഞ്ഞാൽ 50 മിനിറ്റ് ഒബിയിൽ നിന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു എൻട്രി കിട്ടിയ. ഞാനൊരു ഈ ഹൈ ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്തു. ഫസ്റ്റ് ഇവിടെ ഒരു ടാർഗറ്റ് ചെയ്തു, സെക്കൻഡ് ഇവിടെ ടാർഗറ്റ് ചെയ്തു, 2 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഞാൻ ഈ ഹൈ വെച്ചില്ല. എന്ന് വെച്ചാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാറാകുമ്പോൾ നമ്മുടെ ഗോൾഡിന്റെ പോലത്തെ മൂവ്മെന്റ്സ് ഒന്നും ബ്രിട്ടീഷ് പൗണ്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് 2 സൈഡിലേക്കുള്ള സാധ്യതകൾ യൂസ് ചെയ്യുക. പ്രൈസ് ഇനി ഈ ഒരു ഹൈ എടുത്തു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ 4 അവറിൽ പുതിയ ഒരു ബ്രേക്ക് സ്ട്രക്ചർ ഈ ലിക്വിഡിറ്റിയുടെ കൺഫേം ചെയ്യണമെങ്കിൽ ബൈയിലേക്കുള്ള സാധ്യതകളായിരിക്കും കൂടുന്നത്. ആ സമയത്ത് ബൈയിലേക്കുള്ള സാധ്യതകൾ കൂടുതൽ നോക്കിയാൽ മതി. നമുക്ക് യൂറോ ഹിസ്റ്റിയിലേക്ക് വരാം. യൂറോ ഹിസ്റ്റിയിലും അതേപോലെ നല്ല ട്രേഡ്സുകൾ ഉണ്ടായതാണ്. നമുക്ക് മന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂറോ ഹിസ്റ്റിയും ഈ മാസം നല്ല ബുള്ളിഷാണ്. മറ്റുള്ള മാസങ്ങളെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ബുള്ളിഷിലാണ് മൂവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീക്കിൻ്റെയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ലോ ലിക്വിഡിറ്റി ഇതൊരു ഓബിയാണ്, ഇതൊരു റിയാക്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ റിയാക്ഷൻ നല്ല രീതിയിലുണ്ട്. മിക്കവാറും നെക്സ്റ്റ് ഡേ പ്രൈസ് ഈ ഒരു ലിക്വിഡിറ്റിയും കൂടി എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് യൂറോ ഹിസ്റ്റിയിൽ. അപ്പോൾ ആ രീതിയിൽ തന്നെ ട്രേഡ് നോക്കുക. ഇവിടെ ഈ ഒരു ഓബി ഇപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ ഈ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓബിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഓർഡർ ഫ്ലോ ഉണ്ട്. നമ്മുടെ ഡേയുടെ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫുൾ ബാക്ക് എടുക്കാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് കയറാം. യൂറോ ഹിസ്റ്ററി ചിലപ്പോൾ ഇവിടെ നിന്ന് പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്തതിന് ശേഷം വീണ്ടും വന്ന് ഡേയുടെ ഓബിയിൽ പ്രൈസ് ട്രിഗർ ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അതിനേക്കാൾ ലോങ് ടൈം ട്രേഡ് നിങ്ങൾക്ക് നോക്കാം. രണ്ടും നല്ലതാണ്. ഇപ്പോൾ ബൈയിലേക്കുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. അതേപോലെ ആ ഒരു പൊസിഷനിലേക്ക് പ്രൈസ് സെല്ലിലേക്ക് പോകുമ്പോഴത്തേക്ക്, അതായത് ഈ ഒരു പൊസിഷനിൽ പ്രൈസ് സെല്ലിലേക്ക് പോകുമ്പോൾ ഈ ലോ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ 1 അവറിന്റെ ഈ പൊസിഷനിൽ നിന്നാണ് ഓൾറെഡി ഞാൻ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തത് നിൽക്കുന്നുണ്ട്. പക്ഷെ മിക്കവാറും മൺഡേ ഇത് ചിലപ്പോൾ ഇതിന്റെ ഹൈയും കൂടി ഒന്ന് എടുത്തിട്ട് ഇറങ്ങാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് സെല്ലിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നല്ലതാണ്. അപ്പോൾ രണ്ട് സൈഡിലേക്ക് നോക്കുക. ബൈയിലേക്കുള്ള ഞാൻ പറഞ്ഞ ആ ഒരു പൊസിഷൻ നോക്കി നോക്കുക. നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. നമുക്ക് ഇതേപോലെ തന്നെ ഒരുപാട് ട്രേഡ്സ് DBPയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡിലേക്ക് നോക്കാൻ പറഞ്ഞു. മറ്റുള്ള യൂറോയും അതേപോലെ ബ്രിട്ടീഷ് പൗണ്ടും പോലെ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിലും ഇച്ചിരി നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് ഒന്നും ഇല്ല. ഓസ്ട്രേലിയൻ ഡോളർ ആ ഒരു മൂവ്മെന്റ്സിലേക്ക് കാണാറുള്ളൂ. വലിയ മൂവ്മെന്റ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു മാസം തന്നെ നോക്കിയാൽ ഒരു റേഞ്ചിൽ തന്നെയാണ് പ്രൈസ് മൂവ്. രണ്ട് സൈഡിലേക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഓസ്ട്രേലിയ രണ്ട് സൈഡിലേക്കും ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു പേരാണ്. രണ്ട് സൈഡിലേക്കും ഈ മൂവ്മെന്റ്സിൽ രണ്ട് സൈഡിലേക്കും തന്നെ നോക്കുക. ഇപ്പൊ ഇവിടെ നോക്കിയ ബൈയിലേക്ക് സാധ്യത കൂടുതൽ കാണുന്നുണ്ട് അല്ലെ, ഡേയിലേക്ക്. അപ്പൊ സെല്ലിലേക്കും എന്നാലും ഉണ്ട് കേട്ടോ. പ്രൈസ് ഒരു ഹൈ എടുത്തു കഴിഞ്ഞപ്പോഴും ലോ എടുത്തു കഴിഞ്ഞപ്പോഴും വീണ്ടും ഒരു ലോ എടുത്തു കഴിഞ്ഞപ്പോഴും റിയാക്ഷൻ ഉണ്ട്. പക്ഷെ മെയിൻ ഹൈ തന്നെ വെക്കണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ പ്രൈസ് റേഞ്ചിൽ നിൽക്കുമ്പോൾ ഈ ലോ എടുത്തിട്ട് ഈ ഹൈ എടുക്കാനുള്ള സാധ്യത അവിടെ കുറവായിരിക്കും. അപ്പോൾ പ്രീവിയസ് ഹൈ നെക്സ്റ്റ് ഹൈ ആയിട്ട് തന്നെ ടാർഗറ്റ് ചെയ്യുക. നമുക്ക് 4 അവറിലേക്ക് വരും കഴിഞ്ഞാലും ഈ ഒരു റേഞ്ച് കാണാൻ പറ്റും. 1 അവറിലേക്ക് നോക്കാം. 1 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഒന്നും ഈ ആഴ്ച തന്നിട്ടില്ല കണ്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ ലോ എടുത്തെല്ലാം റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ട്രേഡ് എടുക്കുക. അതേപോലെ തന്നെ എല്ലാവർക്കും പെരുന്നാളാണ്. പെരുന്നാൾ ആശംസകൾ ഞാൻ തരുന്നു. നാളെയോ മറ്റന്നാളോ പെരുന്നാളാക്കാം അല്ലെ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പെരുന്നാൾ ആഘോഷിക്കട്ടെ. നെക്സ്റ്റ് വീക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റട്ടെ. അതേപോലെ തന്നെ നമ്മളുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അടുത്ത മാസം മുതൽ നമുക്ക് നല്ല ഫുൾ ഓൺ ഫുൾ പവറിൽ കോഴ്സും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് എനിക്ക് ബിഗിനേഴ്സിനോട് ഞാൻ പറയുന്നത്, താല്പര്യമുള്ള ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ കോഴ്സ് മാത്രമല്ല, കോഴ്സ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കോഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയോ അല്ലെങ്കിൽ ബാച്ചോ ഒന്നുമല്ല, പേഴ്സണൽ മെന്റർഷിപ്പും ട്രെയിനിങ്. അതായത് 1-to-1 ആണ്. ഒരു സമയം ഒരു വ്യക്തിനെ അദ്ദേഹത്തിന്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പഠിപ്പിച്ച് അസൈൻമെന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോയി. അങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്. കൊണ്ട് തന്നെ ആ ക്ലാസ്സിൽ നിങ്ങൾ എക്സ്പെർട്ട് ആയിരിക്കും. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിനെ കുറിച്ചാണ് ഇതത് പറയുന്നത്. ആ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കോഴ്സ് നല്ല എക്സ്പേർട്ട് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിലും എക്സ്പേർട്ട് ആകാൻ വേണ്ടിയാണ് ഞാൻ തരുന്നത്. എല്ലാ വീക്ക്ലി അനാലിസിസ് മാത്രമല്ല, ഡെയിലി നല്ല ട്രേഡ്സുകൾ ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് അങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ള വ്യക്തമായിട്ട് നമ്മൾ അതിൽ പറഞ്ഞു തരുന്നുണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും ലൈഫ് സപ്പോർട്ട് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.